നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേരള തീരത്ത് തീപിടുത്തമുണ്ടായ വാൻഹായ് 503 കപ്പലിലെ തീ 20 മണിക്കൂറുകൾ പിന്നിട്ടിട്ടും നിയന്ത്രണ വിധേയമാകാതെ തുടരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അതേസമയം കപ്പൽ ചരിഞ്ഞു തുടങ്ങിയതായും പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. 10 മുതൽ 15 ഡിഗ്രിയിൽ കപ്പൽ ചരിഞ്ഞതിനാൽ കൂടുതൽ കണ്ടെയ്നറുകളും കടലിൽ പതിച്ചിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട കപ്പലിൽ അത്യന്തം അപകടകരമായ 157 രാസവസ്തുക്കൾ ഉള്ളതായാണ് റിപ്പോർട്ടുകൾ. സർക്കാർ പുറത്തുവിട്ട മാനിഫെസ്റ്റോയിലാണ് ഇത് സംബന്ധിച്ച വിവരമുള്ളത്. വെള്ളവുമായി ചേർന്നാൽ തീപിടിക്കുന്ന രാസവസ്തുക്കളും ഇക്കൂട്ടത്തിലുണ്ട്. തീപിടിക്കാൻ സാധ്യതയേറെയുള്ള റെസിൻ സൊല്യൂഷൻ, ബെൻസോഫെയിൻ 1, നൈട്രോസെല്ലുലോസ് വിത്ത് ആൽക്കഹോൾ, സിങ്ക് ഓക്സൈഡ്, പോളിമെറിക് ബീഡ്സ്, മെത്തോക്സി 2, പ്രൊപ്പനോൾ, ഡയാസിറ്റോൺ, ആൽക്കഹോൾ അടക്കം സർക്കാർ പുറത്തുവിട്ട മാനിഫെസ്റ്റോയിലുണ്ട്. അതേസമയം കാണാതായ 4 നാവികർക്കായുള്ള തിരച്ചിലും ഊർജിതമായി നടക്കുകയാണ്. തെക്ക് കിഴക്ക് ദിശയിലാണ് കണ്ടെയ്നർ നിലവിൽ ഒഴുകുന്നത്. തൃശൂർ, എറണാകുളം ജില്ലയിലെ തീരത്തേക്ക് കണ്ടെയ്നർ എത്താൻ സാധ്യതയുണ്ടെന്നും പോർട്ട് ഓഫീസർ പറഞ്ഞു. നിലവിൽ അഴീക്കലിൽ പ്രത്യേക അലർട്ടില്ല. എല്ലാ ഏജൻസികളുമായി തുറമുഖ വകുപ്പ് ബന്ധപ്പെടുന്നുണ്ട്. കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകൾ കപ്പലിന് അടുത്തേക്ക് എത്തുമെന്നും അഴീക്കൽ പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ അരുൺകുമാർ വ്യക്തമാക്കി. ഇന്നലെ ഉച്ചയോടെയാണ് കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട ചരക്ക് കപ്പലിന് തീപിടിച്ചത്. ബേപ്പൂർ, അഴീക്കൽ തുറമുഖങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്തായി 78 നോട്ടിക്കൽ മൈൽ അകലെ ഉൾക്കടലിലാണ് സംഭവം നടന്നത്. ചൈനീസ്, മ്യാൻമാർ, ഇന്തോനേഷ്യൻ, തായ്ലൻഡ് സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ട കപ്പലിൽ ഉണ്ടായിരുന്നത്. തീ പടർന്ന ഉടൻ കപ്പലിലുണ്ടായിരുന്ന 18 പേർ കടലിലേക്ക് ചാടി രക്ഷപ്പെട്ടിരുന്നു. നാവികരിൽ 6 പേരാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണെന്നാണ് വിവരം.